ബസ് സ്റ്റാൻഡിൽ ശുചിമുറി 2 പെട്ടിമുറികൾക്കുള്ളിൽ ഒതുക്കിയത് നഗരസഭയുടെ പിടിപ്പുകേടെന്ന് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ. യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ശുചിമുറി സൗകര്യങ്ങളും ബസ് സ്റ്റാൻഡ് നവീകരണവും ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും MLA പരാതി നൽകി. ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ പരാതിയാണ് ഒറ്റപ്പാലം MLA മണ്ണാർക്കാട് നഗരസഭയിലെത്തി ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നൽകിയത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ മഴ നനയാതെ ബസ് കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യം പോലുമില്ലെന്നും MLA പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. DMTU ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇന്ന് മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റി യോഗം ചേരുന്നതിന് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനിവിടെ യോഗത്തിൽ പങ്കെടുത്തതാണ്. നേരത്തെ തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ തൊഴിലാളികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ പറയുന്ന പ്രശ്നങ്ങളെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ മട്ടിൽ കേൾക്കാനോ പരിഹരിക്കാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെയുള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രശ്നം മണ്ണാർക്കാട് നഗരസഭയിലെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിന്റെ ഏത് നിലയിലുള്ള പ്രവർത്തനം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള പ്രഥമവും പ്രധാനവുമായ ചുമതല നഗരസഭയുടേതാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒന്നായി മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ, ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഇതെല്ലാം പ്രാഥമികമായ കാര്യങ്ങളാണ്. അതിൽ പോലും പരാജയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. ഞങ്ങളിവിടെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ ഉണ്ടെങ്കിൽ അവരുമായൊക്കെ കണ്ട് സംസാരിക്കണമെന്ന് കരുതിയതാണ്. എന്തുകൊണ്ടാണ് അവരൊന്നും ഈ കാര്യത്തിൽ ഒരു ഗൗരവപ്പെട്ട നടപടി സ്വീകരിക്കാത്തത് എന്ന് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അവിടെ ആകെ 2 പെട്ടി ടോയ്ലറ്റാണുള്ളത്. ബസ്സിലെല്ലാം പണിയെടുക്കുന്ന ആളുകൾ, ഞാൻ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഇവിടെ വന്നത്. അവർക്ക് 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് സമയമാണ് കിട്ടുക. അത് യാത്രക്കാർ 2 ടോയ്ലറ്റിൽ പോയാൽ പോകാൻ പറ്റില്ല. നിലവിലുള്ള 2 ടോയ്ലറ്റിന്റെ അവസ്ഥ ഇപ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ ആളുകളൊന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത്രമാത്രം ശോചനീയമായിട്ടുള്ള സാഹചര്യമാണ്. നഗരസഭ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ തയ്യാറാകുമെന്നും MLA മുന്നറിയിപ്പ് നൽകി. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.